പാല എന്തുകൊണ്ട് ഈ സിനിമയുടെ പശ്ചാത്തലമായും ചോദിച്ചാൽ, ഒന്ന് മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പാലായിൽ നിന്നാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ചർച്ചകൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. Yes. അഭിമന്യ പിതാവ് വളരെ കൃത്യതയോടുകൂടെ കേരള സമൂഹത്തിന് മുൻപിൽ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചു. അതേ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരു രീതിയിലേക്ക് ക്രൈസ്തവ വിരുദ്ധതയുടെ മുഖത്തെ അവർ പ്രകടമാക്കുകയാണ്. ഒരു ഒരു ചിന്താധാര പൊതുബോധത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അതേ ഇടത്തു തന്നെ മറിച്ചൊരു ചിന്താധാര രൂപപ്പെടുത്തുവാൻ ഈ മാധ്യമങ്ങളിലൂടെ, സിനിമയിലൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. അതായിരിക്കണം ഈ പാല എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഈ തലമുറ ഇത്തരം സിനിമകളെ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മുൻപിൽ കണ്ടതിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ സിനിമയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ, കലകളിലൂടെ കൊടുത്തിട്ടുള്ള നന്മകളെ, അത്തരം കാര്യങ്ങളുള്ളത് മാത്രമേ ആ തലമുറ സ്വീകരിക്കുകയുള്ളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ധാർമ്മിക മൂല്യങ്ങളും കുടുംബജീവിതത്തിനും ക്രിസ്തീയ വിശ്വാസത്തിന്റെയോ അല്ലെ ഹൈന്ദവ വിശ്വാസത്തിന്റെയോ അല്ലെ ഇസ്ലാം വിശ്വാസത്തിന്റെയോ നന്മകള് കാട്ടിക്കൊടുത്തിട്ടുള്ള സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സിനിമകളിൽ അമിതമായിട്ട് മദ്യപാനത്തിന്റെയോ പുകവലിയുടേതായോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ അല്ലെ ലൈംഗിക വേഴ്ചകളോ അധികമില്ലായിരുന്നു. അത്തരം സിനിമകൾ കാണുന്നത് പോലും അന്നത്തെ തലമുറയ്ക്ക് ഒരു തെറ്റായ ചിന്ത ഉളവാക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കുവാൻ. പക്ഷെ ഇന്നത്തെ തലമുറ ജനിച്ചു വീഴുമ്പോൾ തന്നെ കാണുന്നത് ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മാറുകയാണ്. പ്രേമം എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതൊരു ട്രെൻഡായിട്ട് തന്നെ മാറുകയാണ്. ഗുരുശിഷ്യ ബന്ധം എങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലേക്കല്ല, പ്രേമം എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് മാറി ഈ കലാലയങ്ങൾ മുഴുവനും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന താരം ഉപയോഗിക്കുന്ന വസ്തുവകകൾ വാങ്ങിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന മദ്യത്തിന്റെയും അവരുപയോഗിക്കുന്ന സിഗരറ്റൊക്കെ അതേ രീതിയിൽ ഇപ്പോൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും. പുകവലിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണോ തങ്ങൾ ഇഷ്ടപ്പെടുന്ന നായകൻ സിഗരറ്റ് കൈവെക്കുന്ന അതേ രീതിയിൽ വെക്കുവാൻ ഒരു ശ്രമം ഇന്ന് കുട്ടികളിൽ നിറഞ്ഞു നിൽക്കുകയും ഒരു അനുകരണ മനോഭാവം ഈ തലമുറയ്ക്ക് കൂടിക്കൊണ്ടുവരുന്നത് ഈ സിനിമകളിലൂടെയാണ്. ഇത് കണ്ട് തങ്ങൾ അതിന്റെ ആരാധന മൂത്ത് അതിന് അഡിക്റ്റഡ് ആയിട്ട് മാറിക്കൊണ്ട് പിന്നെ വിശ്വാസം എന്ത്, ജീവിതം എന്ത്, ധാർമ്മിക മൂല്യം എന്ത്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, അത് ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത്തരം സിനിമകളിലൂടെ കൊടുത്തു കഴിഞ്ഞു. ഇത്തരം സിനിമകളിലൂടെ കൊടുത്തത് കൊണ്ടാണ് ഈ തലമുറ അത് ഏറ്റെടുക്കുന്നത്. കാരണം തങ്ങൾക്ക് സുഖം വേണം, സന്തോഷം വേണം. അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ അതിനെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു സിനിമ മാധ്യമമാക്കി മാറ്റിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് വിശ്വാസത്തിൽ അപ്പുറമായിട്ട് ശരീരത്തിന്റെ സുഖ സന്തോഷങ്ങളും ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ചില ശാരീരിക സന്തോഷങ്ങൾക്ക് വേണ്ടി ഇവയൊക്കെ ഉപയോഗിക്കുവാൻ ഒരു തലമുറയെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഈ അടുത്ത സമയങ്ങൾ നോക്കിയാൽ ക്രിസ്തീയ നാമധാരികളിലൂടെ കടന്നു പോകും. കാരണം ഈ ഓർമ്മിപ്പിച്ചതുപോലെ ധാർമ്മിക മൂല്യങ്ങളും കുടുംബജീവിതത്തിന്റെ പവിത്രമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് കത്തോലിക്ക സഭയാണ്, ക്രിസ്തീയ വിശ്വാസമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഇത്തരം ചിന്താധാരകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫാദർ സ്കോട്ട് സ്ലീബ, അതിൻ്റെ അകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. നേരത്തെ ഈ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അകത്തൊരു രാജ്യവിരുദ്ധ ഒരു എലമെന്റ് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇത്തരം സിനിമകളിലൂടെ നശിക്കപ്പെടുന്നത് തലമുറകളാണ്, അല്ലെങ്കിൽ യുവജനങ്ങളാണ്, കുടുംബങ്ങളാണ്, ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്, ഒരു സമൂഹത്തിന്റെ ഭാവിയാണ്, ഒരു സമുദായത്തിന്റെ ഭാവിയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭാവിയെ തകർക്കാൻ ഇത്തരം പ്രൊപ്പഗണ്ടകൾ ഇത്തരം സിനിമകളിൽ ഇൻജക്ട് ചെയ്യപ്പെടും. നമുക്കറിയാം, ഈ ഗർഭചിത്രത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഭീമന്മാർ, നമുക്കറിയാം പ്ലാൻ പേരന്റ്ഹുഡ് പോലുള്ള സംഘടനകൾ. ഈ സാറാസ് സിനിമ നമുക്കറിയാം ഈ ഗർഭചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. ഈ സ്വവർഗ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന നാർക്കോട്ടിക് മാഫിയ ഉണ്ട്. അപ്പോൾ ഇത്തരം മാഫിയകൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകളുടെ ഒരു ഫണ്ടിങ്ങിന് പിന്നിൽ ഈ രാജ്യദ്രോഹ ശക്തികളുടെ അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില ശക്തികളുടെയെങ്കിലും ഒരു സ്വാധീനം നമുക്ക് സംശയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും ഉണ്ട്. ചാക്കോ സാർ ജോർജിയായിട്ട് ഓർമ്മിപ്പിച്ചതുപോലെ രാജ്യദ്രോഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ രാജ്യത്തിന്റെ അതിർത്തി മാന്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റി, അതല്ല രാജ്യദ്രോഹം. നമ്മൾ രാജ്യദ്രോഹമായിട്ട് ഇന്ന് നമ്മൾ വിശാലാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. മഹാനായ APJ അബ്ദുൽ കലാം പറഞ്ഞു 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇന്ത്യ ലോകത്തിലെ
ഏറ്റവും വലിയ യുവജനങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു രാജ്യമായി മാറുമെന്ന് പറഞ്ഞു. സ്വപ്നം കാണുവാൻ വേണ്ടി ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമൂഹത്തിന്റെ മുൻപിൽ തന്നെ ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവുകയല്ലേ. നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അത് തന്നെയാ. ഇത്തരം കാര്യങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നമ്മുടെ യുവ തലമുറയെ നശിപ്പിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുവാൻ കഴിവും പ്രാപ്തമുള്ള ഒരു രാജ്യമായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യ. മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഈ രാജ്യം ഇത്തരം ചിന്തകളിലൂടെ നമ്മുടെ തലമുറയെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ തലമുറയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക ലാഭം കൂടെ ഇതിന്റെ പിന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ള വിശ്വാസത്തിന്റെ എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് എങ്ങനെയും തങ്ങളുടെ ആശയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ഷോർട്ട് ഫിലിമുകൾ, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ കുറെ ഷോർട്ട് ഫിലിമുകളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഷോർട്ട് ഫിലിമുകൾ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ലഹരി ആയിക്കൊള്ളട്ടെ, ലൈംഗിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഷോർട്ട് ഫിലിമുകൾ മൊത്തം. ഇതിന്റെയൊക്കെ പിന്നിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചതില്ല. ഇതിന്റെ പിന്നിൽ ആഗോളമായിട്ട് വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അത് തിന്മയുടെ ശക്തികളെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവരതിന് വേണ്ട ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ ഈ നാട്ടിലിറങ്ങുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ ചുമ്മാ ഒരു സുപ്രഭാത രൂപം കൊണ്ട് വരുന്നതല്ല. അതിനൊക്കെ ആര് ഫണ്ടിങ് കൊടുക്കുന്നുണ്ടെന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്. ഇതിന്റെ പിന്നിൽ വൻ സാമ്പത്തിക ശക്തികള് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്നോ ഫണ്ടിങ് ഇവർക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ട ഒരു കാര്യമല്ല, അത് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്.